ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൊന്നൂസിൻ്റെ ചിറ്റയുടെ എൻഗേജ്മെൻറ്റിന് വന്നിരിക്കുവാണ്. നാളെ ആട്ടോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തലേദിവസം വൈകുന്നേരം അവിടെ എത്തിയിട്ടുണ്ട്. കുറേ നാൾ കൂടിയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണത്. ഒത്തിരി വീഡിയോസ് ഇനി നമ്മൾ ഇടും കേട്ടോ. എനിക്ക് തൊണ്ടവേദനയും ചുമയൊക്കെ കാരണം നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോഴേക്കും സ്റ്റേജൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നാളെയാണ് എൻഗേജ്മെൻറ്റും കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷേ വീഡിയോ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ അതേ പൊന്നൂസ് സ്റ്റേജൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ചിറ്റമാനെ കാണാനായിട്ട് പോവാം കേട്ടോ. ഇതാണ് ചിറ്റയുടെ വീട്. പക്ഷേ ചിറ്റയൊക്കെ അപ്പുറത്താണെന്ന് അറിഞ്ഞത് പൊന്നൂസ് അതേ വേഗം ഓടിയിട്ടുണ്ട് അവരെ കാണാനായിട്ട്. അപ്പം ഇതാണ് കേട്ടോ മണവാട്ടി ചിറ്റ. ഓരോരുത്തരൊക്കെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുറകിലാണെങ്കിൽ ഇതേ അമ്മാമ്മമാരൊക്കെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പണിയിലാണ്. പിന്നെ നമ്മൾ നേരെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയി. ഇവർക്ക് ടേം എക്സാമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് നാളെ അറിയാവുന്ന പോലെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാക്ടീസൊക്കെ നിർത്തി. പൊന്നൂസിനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ. നേരത്തെയൊക്കെ കല്യാണം പോയാൽ സന്തോഷമാണ്, കാരണം കല്യാണം കഴിച്ചവർ പോകും എന്നുള്ളത് അറിവില്ലായിരുന്നു. ഇപ്പോൾ പൊന്നൂസിന് മനസ്സിലായി കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമെന്ന്. അപ്പോൾ ഇനി ഞാനിവിടെ വരുമ്പോൾ എല്ലാ ചിറ്റന്മാരും ഇങ്ങനെ കെട്ടിപ്പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിലായിരുന്നു പൊന്നൂസ്. പിന്നെ നമ്മൾ സന്ധ്യ ആയപ്പോഴേക്കും കുറേ കസിൻസൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഇതേ അമ്മവും കുഞ്ഞാറ്റയൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ നാളെ കളിക്കാനുള്ള ഡാൻസൊക്കെ വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റീൽസ് കണ്ട് കുട്ടികൾ തനിയെ പഠിച്ചതാണ്. നമ്മൾ വീണ്ടും ഇതെല്ലാം ചെയ്യിപ്പിച്ച് നോക്കി. പിന്നെ എന്തായാലും ഒരു സ്റ്റേജ് കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് പുറകെ വലിയ ആൾക്കാരും കയറി. നല്ല ഡാൻസായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി നമ്മളിവിടെ ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല, നാളെ ഇടുള്ളൂ. അത് കാരണം ഇരുട്ടത്ത് നമ്മളെല്ലാവരും ഡാൻസ് കളിച്ചു. അപ്പോൾ ഇനി നാളത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും നമ്മളുടെ മണവാട്ടിനെ റെഡിയാക്കാനായിട്ട് ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മണവാട്ടി റെഡിയായി ഇറങ്ങി. ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാണ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഇവിടെ മണവാട്ടിയുടെ അനിയത്തി ഇരുന്ന് റെഡിയാകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ സ്റ്റേജിലേക്ക് പോയി. ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ മാക്സിമം കുറച്ചധികം ഫോട്ടോസും വീഡിയോസും പിന്നെ നേരത്തെ പഠിച്ചു വെച്ച റീൽസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. പൊന്നൂസൊക്കെ ഉറക്കത്തിന് എണീറ്റ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൊന്നൂസിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാമെന്നും കരുതിയിട്ട് ഇത് പൊന്നൂസിനെ കാണാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ നഖമൊക്കെ കടിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇതേ നാണമൊക്കെ വന്നിട്ടോ പൊന്നൂസിന്. എന്താ പൊന്നൂസിൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര അതിശയമായിരുന്നു ഈ ഒരു ലുക്കിൽ കണ്ടിട്ട്. എന്തായാലും പൊന്നൂസിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ നേരം ഇത് പുറകെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനി നിന്നാലും നമ്മൾ വൈകും, കാരണം ചെക്കൻ്റെ വീട് കുറച്ച് അടുത്താണ്, അധികം ദൂരമില്ല. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് എത്തുന്നതിന് മുമ്പ് നമ്മൾ വേഗം റെഡി ആയിട്ടുണ്ട്. ഇതാണ് പൊന്നൂസിൻ്റെ ലുക്ക്. ഇത് പൊന്നൂസിൻ്റെ ചിറ്റ കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ചിറ്റ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അത് എപ്പോൾ മേക്കപ്പ് ചെയ്താലും അച്ഛൻ എന്തെങ്കിലും ഒന്ന് ഫൈനലായിട്ട് പൊന്നൂസിൽ ചെയ്താലേ സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അച്ഛൻ്റെ വക മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടുപേരുടെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ ബാക്കി ചിറ്റന്മാരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ മണവാട്ടിയുടെ അനിയത്തി മാളു ചിറ്റ. ഈ ഒരു വയലറ്റും വൈറ്റും സ്കേർട്ടും ടോപ്പ് ഇട്ടേക്കണതാണ് കേട്ടോ. പിന്നെ ഇത് അച്ചു ചിറ്റ. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും ഇവരെല്ലാവരും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ഫോട്ടോ എടുക്കാൻ പോയത് മണവാട്ടി ചിറ്റ തിരിച്ചു വന്നു എന്ന് പറഞ്ഞതും നമ്മളെല്ലാവരും അവളുടെ അടുത്തേക്ക് പോയിട്ടോ. അപ്പോൾ ചെക്കനൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മതി ഇങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ കൂടി ഇങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ലക്ഷ്മി ചിറ്റ ആട്ടോ പൊന്നൂസിന് ഡ്രസ്സ് കൊടുത്തത്. പിന്നെ നമ്മൾ വീണ്ടും ഫോട്ടോഗ്രാഫർ വന്നപ്പോഴേക്കും കുറേ ഫോട്ടോസ് എടുക്കാൻ പോയി. ഇന്നിപ്പോൾ ഈ ദിവസം ഇങ്ങനെ തന്നെയാണല്ലോ, കുറേ ഫോട്ടോസ് എടുക്കുക, പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡാൻസ്, ഇത് മാത്രമാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെക്കൻ വന്നു. അപ്പോൾ നമ്മൾ അനാമിക എന്നാണ് കേട്ടോ മണവാട്ടിയുടെ പേര്. പൊന്നൂസിൻ്റെ അനുച്ചിറ്റനെയും കൊണ്ട് നമ്മൾ സ്റ്റേജിലേക്ക് പോവുകയാണ്. ചെക്കൻ്റെ പേര് ജിത്തു എന്നാണ് കേട്ടോ.
മോതിരമാറ്റത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞു. ആ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോഗ്രാഫർ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടോ. അപ്പോഴേക്കും പൊന്നൂസിൻ്റെയും അച്ചുചിറ്റയുടെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നു. പക്ഷേ പൊന്നൂസ് ഞാൻ മറന്നുപോയി, എന്തോ ഒരു കാര്യത്തിന് വഴക്കിട്ട് ആകെ വാശിയിലായിരുന്നു. അതെന്ത് കാര്യമാണെന്നുള്ളത് ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ടും പൊന്നൂസ് ചിരിക്കുന്നുണ്ടായിരുന്നില്ല. ചിരിച്ചൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ നോക്കി. പിന്നെ നമ്മൾ ഇവർ ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരു വോക്ക് വേ ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഈ ഒരു കല്യാണ ബൊക്കെ കൊണ്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ നിർബന്ധമാണല്ലോ. അപ്പോൾ പൊന്നൂസ് ഇത് കിട്ടിയപ്പോഴേ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതൊന്ന് എടുക്കണമെന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നും. അങ്ങനെ നമ്മൾ നേരെ വോക്ക് വേയിലും പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും പന്തലിലേക്ക് പോയിട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ബാക്കി കസിൻസ് എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെക്കൻ ഒക്കെ വരുന്ന സമയത്ത് ഡാൻസ് വേണ്ടാന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. കാരണം അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ കയറി ഇങ്ങനെ കുളം വെക്കണേ നല്ലത്, അവർ പോയി കഴിഞ്ഞ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കളിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മളിത് എല്ലാവരും സ്റ്റേജിലേക്ക് കയറി. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ യൂട്യൂബിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അപ്പോൾ എനിക്ക് പാട്ടിടാൻ പറ്റില്ല. എന്നാൽ ഞാൻ സ്പീഡ് കൂട്ടിയൊക്കെ അപ്ലോഡ് ചെയ്യാം. കോപ്പിറൈറ്റ് വരില്ലെങ്കിൽ നമുക്കത് കാണാം, ഇല്ലെങ്കിൽ അത് റിമൂവ് ആകും കേട്ടോ. ഇന്നത്തെ പോലെ ലക്ഷ്മി കയറി അഭി ചിരിക്കണില്ലേ? അങ്ങനെ അടുത്ത് നല്ല കിട്ടുള്ളൂ. നമ്മൾ ജോലി ചെയ്തോ അച്ഛൻ കൈമാറ്റം കളിച്ചാൽ മതി. ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.